ചില നിമിഷങ്ങൾക്ക് വേണ്ടി ഒരായുസ് കാത്തിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഫാമിലിക്ക് ഒരു പലചരക്കിന്റെ കട, മസാല കടയില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് കീസ് ഇല്ല, പ്ലാസ്റ്റിക്കിന്റെ ഇന്നത്തെ കീസ് ഇല്ല. കീസ് ഉണ്ടാവും, നമ്മളത്ര അവിടെ അത്ര ഗ്രാമത്തിലൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പത്രം കൊണ്ട് തന്നെ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടൊക്കെ കവർ ഉണ്ടാക്കും, കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിലാണ് മൈദ പഞ്ചസാര ഒക്കെ കൊടുക്കും. അപ്പൊ അതിന് പേപ്പർ വേണം. അപ്പൊ നമ്മളാണ് ഓരോ വീടുകളിൽ കയറിയിട്ട് പത്രങ്ങളും ആഴ്ചപ്പതിപ്പുകളും ഒക്കെ ശേഖരിക്കും നമ്മുടെ കുട്ടികൾ പോയിട്ട്. അങ്ങനെ ആരോ പോയപ്പോ കുറച്ച് ചെറിയ പുസ്തകങ്ങളും കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ കമ്മ്യൂണിസത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് 1970-കളില് റഷ്യയിൽ നിന്ന് ധാരാളം കഥകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. അതിൽപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ കഥകളാണ്. അതിലൊരു കഥയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ച കഥ. വാക്കുകളുടെ ഇന്ദ്രജാലം എന്താണ് എന്ന്. മറ്റേതോ ഒരു ദേശത്ത് ഏതോ ഒരു വീട്ടിൽ ഏതോ ഒരു റൂമിലിരുന്ന് ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഭാവനകൾ കൊല്ലങ്ങൾക്കിപ്പുറത്തും വരാനിരിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് വശീകരിക്കുന്നത് എന്ന് അത് വായിച്ചപ്പോഴാണ് മനസ്സിലായി. എന്താണ് കഥ എന്ന് മനസ്സിലായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഒരു പട്ടാളക്കാരന്റെ കഥയോ. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് പ്രസംഗിക്കൽ കുറവാണ്, അതുകൊണ്ട് എനിക്ക് കൈ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ലല്ലോ. അതെ. അപ്പോ ഇതിന്റെ പ്രശ്നം തന്നെ അത് പ്രസംഗമായി പോകും. ഒരു പ്രസംഗം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? അത് പ്രസംഗമാവാതിരിക്കുക. സോ ഈസി. നിങ്ങൾക്കൊരു നല്ല പ്രഭാഷകനാകുന്നു, നിങ്ങൾ ഒട്ടും പ്രസംഗിക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ വർത്തമാനം പറയുക അതേപോലെ വർത്തമാനം പറയുക എന്നുള്ളതാണ് ഒരു പ്രസംഗം നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി. അതിന് ഏറ്റവും വലിയ തടസ്സമാണ് ഈ സാധനം. ഒരു അതല്ലേ പറഞ്ഞ് പട്ടാളക്കാരന്റെ കഥയാണ്. അയാൾ ഒരു നാട്ടില് ജീവിക്കുകയും വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുകയും ചെയ്യുന്നു. വല്ലപ്പോഴാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഒരിക്കൽ വന്ന് കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. പിന്നെ അദ്ദേഹം 3-4 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഭാര്യ പ്രസവിച്ചോ എന്നോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയാൻ വഴിയില്ല. 1910-ലോ 10-ന് മുമ്പൊക്കെ എഴുതിയ സ്റ്റോറിയാണ്. ആന്റോൺ ചെക്കോവിന്റെ കഥയാണ്. അപ്പോ അദ്ദേഹം പിന്നെ വരുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളെ കിട്ടി, ഒരേപോലെയുള്ള 2 കുഞ്ഞുങ്ങൾ. പക്ഷെ ആ പ്രസവത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ടു. ആ സങ്കടത്തിലേക്കാണ് വരുന്നത് 2 കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ തരുന്ന സന്തോഷത്തിലേക്കും. അങ്ങനെ കുട്ടികളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ച് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ നീ കുട്ടികളെ കൊണ്ടുപോകണം, എനിക്ക് വയ്യ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നമ്മുടെ കുട്ടികളെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് കുട്ടികളെ നീ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെയും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ട്രെയിനിൽ വെച്ചിട്ട് കുട്ടികൾക്ക് പനി പിടിച്ചു, ഒരു കുട്ടി മരിച്ചു. ഇതറിഞ്ഞ് ട്രെയിനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളൊരു പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ കുട്ടിയുടെ ശരീരം പുഴയിലേക്ക് എറിയണം. അങ്ങനെ ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കണ്ടു നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും കരയിപ്പിക്കും വിധം കരഞ്ഞ് വരച്ചു നിൽക്കുന്ന കൈകളോട് തുരുതുരാ ഉമ്മകൾ കൊടുത്ത് ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ശരീരം അച്ഛൻ പുഴയിലേക്ക് എത്തി. തിരിച്ചു വന്നിട്ട് മറ്റേ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ആ കുട്ടി ഇങ്ങനെ തലോടുക. നഷ്ടപ്പെട്ടതിനോടുള്ള സ്നേഹം കൂടി ഇതിനോടുണ്ട്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കുട്ടിയെ തോളിലേക്ക് ഇടുമ്പോൾ കുട്ടി ഇങ്ങനെ കൊഴിഞ്ഞു വരും. ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ തിരക്കിനിടയിൽ ബഹളത്തിനിടയിൽ അദ്ദേഹം